പക്ഷെ നമുക്കറിയാം മണ്ഡലകാല തീർത്ഥാടനം എന്ന് പറയുമ്പോൾ സന്നിധാനത്തെ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറം ഇടത്താവളങ്ങളിലുമൊക്കെ ഭക്തർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം, സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പൂർണ്ണ തോതിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് അനുവദിച്ച 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനത്തിലൊതുങ്ങി. ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേട് മൂലം ഇത്തവണയും ഇവിടെ എത്തുന്ന ഭക്തർ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് പന്തളം ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് 2022-23 കാലയളവിൽ 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചത്. സമീപകാലത്ത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ബോർഡ് ഫണ്ട് അനുവദിക്കുന്നതും ഇതാദ്യമാണ്. ക്ഷേത്രത്തിന്റെ ജീർണതകൾ പരിഹരിക്കുക, തിരുമുറ്റം നവീകരണം, പാർക്കിംഗ് സ്ഥലം വാങ്ങുന്നതടക്കം പദ്ധതിയിലുണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടന്നില്ല. പന്തളം നഗരസഭയുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിന്റെ സഹായം ലഭിക്കുന്നില്ലെന്നാണ് നഗരസഭയുടെ പരാതി. ഇവിടെ ടോയ്ലറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനമില്ല. അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് അതിൽ വീഴ്ച തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നഗരസഭ ഇപ്പോ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഞങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഈ ഒരു തീർത്ഥാടന കാലത്ത് തന്നെ തുറന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നീട് നഗരസഭാ തലത്തിൽ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഫയർഫോഴ്സിനുള്ള അടിസ്ഥാന സൗകര്യം, അത് അവരുടെ വാഹനങ്ങൾ ഇടുന്നതിന് ഒരു പെർമനന്റ് ഷെഡ്, അങ്ങനെ ഭക്തജനങ്ങൾക്ക് വിരിവെക്കുന്നതിന് സൗജന്യമായി വിരിവെക്കുന്നതിനുള്ള സംവിധാനം, ദേവസ്വം ബോർഡിന്റെ ബിൽഡിങ്, സത്യത്തിൽ ഇതൊക്കെ ദേവസ്വം ബോർഡാണ് ഇവിടെ ചെയ്യേണ്ടത്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ബിൽഡിങ് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ആ ബിൽഡിങ്ങിൽ ഭക്തജനങ്ങൾക്ക് സൗജന്യ വിരിവെക്കൽ സംവിധാനം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം 2 കോടി രൂപ അനുവദിക്കുന്നതിനൊപ്പം കൂടുതൽ തുക ആവശ്യമെങ്കിൽ അനുവദിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങിയതോടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇത്തവണയും പന്തളത്തുനിന്ന തീർത്ഥാടകരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതങ്ങളാണ്. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിക്കാം.